ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അന്നത്തെ പെട്ടിക്കടകളിലൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ചുവന്ന നിറത്തിലുള്ള തേൻമിഠായി ഇരിക്കണ കാണാം. വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കും നമുക്കത് കാണുമ്പോൾ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇന്നിപ്പോൾ അപൂർവം പെട്ടിക്കടകളിൽ മാത്രമേ നമ്മുടെ തേൻമിഠായി കാണാറുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ തേൻമിഠായി ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിഠായിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേഗം തന്നെ കടക്കാം. ഇഡലി മാവിലോ ദോശ മാവിലോ നമുക്ക് തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ദോശ മാവിലാണ് തേൻമിഠായി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ 1.5 കപ്പ് ദോശ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ള റെഡ് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായി പൊങ്ങി വരാനാണ് സോഡാപ്പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ നേരത്തെ ദോശമാവ് തയ്യാറാക്കിയപ്പോൾ തന്നെ ഉപ്പ് ഞാൻ ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഈ മിഠായി ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത്യാവശ്യം എണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുന്നേ നമുക്ക് ഷുഗർ പാനി തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഷുഗർ പാനി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിൽ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി മിക്സാക്കി അടുപ്പത്ത് വയ്ക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് മതിയാവും ഷുഗർ പാനി തയ്യാറാക്കിയെടുക്കാൻ. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു നൂൽ പരുവമാവുമ്പോൾ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ നമ്മുടെ ഷുഗർ പാനി തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് തൊട്ടടുത്ത് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. നമുക്ക് തേൻമിഠായി ഫ്രൈ ചെയ്തെടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വയ്ക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഓരോ ടീസ്പൂണിൽ കുറേശ്ശെ മാവ് ഒഴിച്ച് നമുക്ക് തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ തീ കൂട്ടിയിട്ടോളൂ. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ അത് പൊങ്ങി നല്ല ബോൾസായിട്ട് ഉരുണ്ട് വരും. നേരത്തെ സോഡാപ്പൊടി ചേർത്ത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇനി നമുക്കിതിനെ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ തേൻമിഠായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല റെഡ് കളറായിട്ടുണ്ട്. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരിയെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ പാനിയിൽ നല്ലവണ്ണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഒരു 20 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ഷുഗർ പാനിയിലുള്ള തേൻമിഠായി ഒന്ന് പൊങ്ങി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തേൻമിഠായിയുടെ ഉള്ളിലൊക്കെ പാനി നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാവും, നല്ല കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇത് കുതിർന്ന ഈ തേൻമിഠായിനെ നമുക്ക് വേറൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ മറ്റുള്ള തേൻമിഠായി ഫ്രൈ ചെയ്തെടുത്ത തേൻമിഠായി ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് 20 മിനിറ്റ് നേരം വയ്ക്കുക. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് വേറെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ലാസ്റ്റ് ഈ എല്ലാ തേൻമിഠായിയും കൂടിയിട്ട് നമുക്ക് വേറൊരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക. പഞ്ചസാര എല്ലാത്തിൻ്റെ മേലും ഒന്ന് പൊതിഞ്ഞെടുക്കണം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുക, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ തേൻമിഠായി എപ്പോഴും തേൻമിഠായി തന്നെയാണ്. അതിന് പ്രത്യേക മാറ്റമൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ തേൻ പോലെയുള്ള തേൻമിഠായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.